ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒത്തിരി ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഇത്രയും നേരം ഇവിടുന്ന് അടിച്ചുകൊണ്ടിരുന്ന മറില്ല അപ്രത്യക്ഷരായിപ്പോ ഇവിടെ എന്താ പറ്റിയത്? ഇപ്പം അങ്ങനത്തെ നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അതൊരു പിന്നെ ഈ പഴയ സെറ്റപ്പ് തന്നെ 96-ൽ റാം ജാനുവിനെ കാണുമ്പോൾ ബോധം പോകുന്ന നായകൻ, അതൊക്കെ തന്നെ. കബഡി 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 അളിയന്റെ ഇങ്ങനെ ഒരു തക്കുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു തക്കുണ്ട്. കാണുമ്പോൾ തമിഴ് പടമേ തോന്നുള്ളൂ, മലയാളത്തിൽ റിലീസായ ഒരു ഫീലിംഗേ ഉള്ളൂ. ക്ലൈമാക്സിലെ ടീലന്റ് മോനെ പൊളി. നമ്മൾ സെയിം കണ്ടിട്ടുള്ള സെയിം ടെംപ്ലേറ്റ് തന്നെയാണ്. ആ പടം കൊള്ളാം, പക്ക മാസം കാണിച്ചിട്ടുണ്ട്, സ്റ്റണ്ടാ കൊള്ളാം. പടം എല്ലാം കൊണ്ടും റൊമാൻസിലും അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്, എല്ലാം കൊണ്ടും കൊള്ളാം. ഈ ഇടയ്ക്ക് ഇറങ്ങിയ മുറ പണിയൊക്കെ പോലെ തന്നെ ആ ഒരു ടെംപ്ലേറ്റ് പിടിച്ചിട്ടുള്ള പടം. കുറെ ഒരു യങ്സ്റ്റേഴ്സ് ഒരു വലിയ വേൾഡിലാകപ്പെടുന്നു, അതൊക്കെ തന്നെ. ഇത് ഫസ്റ്റ് ഹാഫ് വലിയ സുഖമൊന്നുമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ അവസാനം ആയപ്പോഴത്തേനും കുറച്ച് ടൈറ്റായി, കുറച്ച് ഒരു ക്ലോസ് സ്പേസ് ഫൈറ്റ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഈ പഴയ സെറ്റപ്പ് തന്നെ 96-ൽ റാം ജാനുവിനെ കാണുമ്പോൾ ബോധം പോകുന്ന നായകൻ, അതൊക്കെ തന്നെ. ഇതൊക്കെ വിടാറായിട്ടില്ല. അടിപൊളി പടം, സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടം. ബാക്കിയുള്ളവരെയും കൂടെ വന്ന് കാണാൻ പ്രോത്സാഹിപ്പിക്കുക. അടിപൊളി പടം. മലയാളത്തിലും തൂക്കിടിയായിരിക്കോ? രണ്ടും മിക്സ് ആണ്, രണ്ടും ഹിന്ദി ഉൾപ്പെടെ മാറ്റി രണ്ട് മിക്സ് ആണ്, ഇംഗ്ലീഷും മലയാളവും തമിഴും. സായി അബേകറിന്റെ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ പടവും കിടിലം പടം. ഷെയ്ൻ അടിപൊളിയാണ്, വിഷയമാണ് അവൻ. ആവറേജ് ആണ്, ആക്ഷൻ മൂവിയാണ്. ജസ്റ്റ് ഷെയ്ൻ നിഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ BGM ഒക്കെ നന്നായിട്ടുണ്ട്, സായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കാണെന്ന് തോന്നുന്നു. ലോജിക്ക് ഇത് നമ്മൾ സെയിം കണ്ടിട്ടുള്ള സെയിം ടെംപ്ലേറ്റ് തന്നെയാണ്. വേറെ അതിൽ പുതിയതായിട്ട് ഒരു പുതിയ നോവലായിട്ടുള്ള ഫീൽ ഒന്നുമില്ല, പുതിയ സ്റ്റോറി ഒന്നുമില്ല, സെയിം ഇത് തന്നെയാണ്. ബ്രോ പടം ഓക്കെയാണ്, എനിക്ക് ഭയങ്കര കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അതിൻ്റെ അകത്ത് 4 ഗ്യാങ്സ് ആണ് പറയുന്നത്, കൂടുതലും ഫൈറ്റ് സീൻസ് ആണ് വരുന്നത്. ഫൈറ്റ് സീൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ കോമഡിയും മറ്റ് റൊമാൻറ്റിക്കോ നമ്മളാ ട്രെൻഡിങ് ആയിട്ടുള്ള ആ പാട്ടിൻ്റെ ആയിട്ടോ വലിയ ബന്ധമൊന്നുമില്ല സിനിമയ്ക്ക്. പക്ഷെ അതിൻ്റെ അകത്ത് പെർഫോമൻസ് എല്ലാം കൊള്ളാം. അതിൻ്റെ അകത്ത് 4 പേരിൽ മണി എന്ന് പറയുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇമോഷൻസും കാര്യങ്ങളും ലവ് സ്റ്റോറി അല്ലേ? അപ്പം എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോ? അതോ ഇല്ല, അപ്ഡേറ്റഡ് ആയിട്ടില്ല, സെയിം ക്ലീഷയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ നന്നായിട്ടുണ്ടെന്നാണ്. തിരിച്ചുവരവെന്ന് വേണം പറയാൻ. ഫൈറ്റ് സീക്വൻസ് എല്ലാം പുള്ളി ഇതിനു വേണ്ടി നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് ശേഷം അതിന്റെ ഒരു തിരിച്ചുവരവെന്നാണ്. ഇൻട്രോയും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്ത് പറയേണ്ടതില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എല്ലാം കൊള്ളാം. പിന്നെ സായി അഭയങ്കർ പുള്ളിയുടെ ഒരു പാട്ടെല്ലാം ഉണ്ട്, നല്ല രീതിയിൽ നല്ല പാട്ടുകൾ, നല്ല റൊമാൻസ് വർക്കൗട്ട് ചെയ്ത ഒരു പാട്ടൊക്കെയാണ്. മ്യൂസിക് എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രീതിയിൽ. മാസ് സീൻ ഇത് ഫൈറ്റിന് കൂടുതൽ പ്രാധാന്യം ചെയ്ത് എടുത്ത ഒരു മൂവിയാണ്. നല്ല ഫൈറ്റ് സീക്വൻസ് എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ച 3 കൂട്ടുകാരായിട്ട് അഭിനയിച്ച ആ നടന്മാരും നല്ല രീതിയിൽ. ശന്തനു പ്രത്യേകിച്ച് പറയേണ്ട, ശന്തനുവിൻ്റെ ഒരു ക്യാരക്ടർ, പുള്ളിയും ശന്തനുമാണ് ഇച്ചിരി നല്ല ഒരു വർക്കൗട്ട്, പുള്ളിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. ഒരു ഫൈറ്റ് സീക്വൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെയാണ്. ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. എന്തായാലും ഷൈൻ്റെ ഒരു തിരിച്ച് വരവെന്ന് വൺ കംബാക്ക് എന്ന് നമുക്ക് ഒരു മീഡിയം തരത്തിൽ പുള്ളി എന്തായാലും ഇതിന് നല്ലൊരു വർക്കൗട്ട് കിട്ടും. ഷെയ്നികം ഒരു രക്ഷയില്ല, കിട്ടില്ല. നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ഒരു RDX വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ശാന്തിനും അവർ 4 പേരെ ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ് തന്നെയാണ് പടത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സൂപ്പറായിട്ട് കൊണ്ടുവന്ന് ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ ആ റേഞ്ചിൽ പോയി. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹാപ്പി എൻഡിങ്ങിൽ വരേണ്ട സ്ഥലത്ത് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളും വന്ന് അവർക്ക്. പക്ഷേ കൊള്ളാം, പടം മോശം എന്നല്ല, പക്ഷെ അല്പം കൂടെ ബെറ്റർ ആക്കുന്നത് ഒരു പക്കാ തമിഴ് പടം. സെൽവരാഗനൊക്കെ കിട്ടില്ല, വില്ലനസിന്റെ കിട്ടില്ല, രക്ഷയില്ല. ഷൈനികവും അവരൊക്കെ കിട്ടില്ല. ആക്ഷൻ RDX ഷൈൻ്റെ നമുക്ക് ഇത്രയും ഫീലും കാര്യങ്ങളും കിട്ടുന്നത് ഈ പടം തന്നെയാണ്. സായിബേഗറിന്റെ മ്യൂസിക്കൊക്കെ ഓക്കെയാണ്, പക്ക ബഡി ബൾട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഓക്കെയാണ്. മ്യൂസിക് കാരണം പടത്തിലൊന്നും പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. കഥ കുറച്ചും കൂടെ അല്പം ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും തീർക്കണമെന്നുള്ള ലെവലായിപ്പോയി. എന്നിരുന്നാലും പടം സെറ്റാണ്. ഒരു 90s തമിഴ് മൂവീസ് കാണുന്ന ഒരു സാധാരണ ടിപ്പിക്കൽ തമിഴ് പടം, അതിനെ മലയാളത്തിൽ എടുത്തിരിക്കുന്നതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു തമിഴ്നാട് ടച്ച് ഉള്ള ഒരു പടം, കാരണം പാലക്കാട് ബോർഡർ ആയതുകൊണ്ട് ആ ടച്ച് വരുന്ന ഒരു പടം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കാണുമ്പോൾ തമിഴ് പടം എന്നേ തോന്നുള്ളൂ, മലയാളത്തിൽ റിലീസായ ഒരു ഫീലിംഗേ ഉള്ളൂ. കബഡി 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 അളിയന്റെ ഇങ്ങനെ ഒരു തക്കുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു തക്കുണ്ട്, കൊള്ളാം. പിന്നെ പോയി താമരയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ ധനുഷിൻ്റെ വില്ലനായിട്ട് വന്നിട്ടുള്ള ധനുഷിൻ്റെ ചേട്ടനാണ്. പുള്ളി നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ജീന എന്നുള്ള ഒരു പൂർണ്ണിമ എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഡ ബാബു
അൽഫോൺസ് പുത്രനല്ലേ? സെൽവരാഘവൻ എങ്ങനെയുണ്ടായിരുന്നു? അൽഫോൺസ് പുത്രൻ ചെയ്ത മറ്റേ ക്യാരക്ടർ ചെയ്ത് സോഡ ബാബു എന്നുള്ള ഒരു ഗുണ്ടായിട്ട് വരുന്നത് അതിന്റെ റീൽ ഞാൻ ഇപ്പോൾ എടുക്കും. കാര്യം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടാ. പക്ഷെ എല്ലാം കൂടെ വയ്ക്കണവന്മാരെല്ലാം പുള്ളി ചാരായം കുടിക്കുമ്പോൾ പുള്ളി കുടിക്കുന്നത് ചായയാണ്. മനസ്സിലായി, അതാണ് ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോറി വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിനെ കാട്ടി സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ച് ഇമോഷണലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടം നമുക്ക് എടുത്ത് തരുന്നുണ്ട്. പിന്നെ ഈ ഇറങ്ങിയ പടങ്ങളിൽ ഇപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയ പടങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു പടമാണ്. നല്ല RX പോലെയൊക്കെ നല്ലൊരു ഫൈറ്റ് നല്ല രീതിയിൽ ഷെയ്നും ഷെയ്നിനോട് അഭിനയിച്ചിട്ടുള്ള കൊച്ചു പയ്യനായിട്ടുള്ള അവരെല്ലാവരും നല്ല രീതിയിൽ ആ പടത്തിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ ഫൈറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള സിനിമയിലെ പോലെ ഭയങ്കര ഗംഭീര ഫൈറ്റ് അല്ല. കബഡിയാണ് ഈ സിനിമ. കബഡി എന്നുള്ള കളിയുടെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ആകാണെങ്കിലും മാസമായിട്ട് വരുവാണെങ്കിലും പുള്ളി ആ കബഡി എന്നുള്ളതിൽ നമ്മളതിന് ഓരോ കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തില്ല. ആ ഒരു രീതിയിലാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. അതാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ പാട്ട് പിന്നെ അറിയാമല്ലോ, പാട്ട് ഭയങ്കരമായിട്ട് ജാലകാരി മായക്കാരി ആ പാട്ട് ഭയങ്കര തമിഴ്നാട്ടിലെ ഭയങ്കര ഹിറ്റാണ്. അതിന് സായി 2 കോടിക്ക് പുറത്താണ് പ്രൊഡ്യൂസർ കൊടുത്തത്. അടിപൊളി പടമായിരുന്നു. തൂക്കിയടിയാണോ? തൂക്കിയടി ആവാം. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഫൈറ്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് ലോജിക്കില്ലായ്മയുണ്ടോ? ഇല്ല കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം കരം ഞാൻ ഇന്നലെ കണ്ടായിരുന്നു, പക്ഷെ അതിനെ കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്തു. അടിപൊളി ഓവറോൾ കില്ലം പടം. ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ടോ? കണ്ടാവുന്നുണ്ട്. കുറെ സീൻസ് ഉണ്ട് ഇമോഷണലി കണക്ട് ആവുന്നത്. നമ്മൾ എൻഡിങ്ങിലോട്ട് നമ്മൾ വരുമ്പോൾ ഒരു ക്ലീശേ പടം പോലെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ പടം തൂക്ക് പടം. കാരണം കൊണ്ടുപോയി പടം വൾട്ടി എടുത്ത്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് തന്നെ പറയണം. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിലെ ടീലന്റ് മോനെ പൊളി തൂക്കി പടം കൊണ്ടുപോയി. യാതൊരു സംശയമില്ല, മൾട്ടി സീൽഡ് എന്ന് തന്നെ പറയണം. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഫൈറ്റ് എടുത്ത് തന്നെ പറയണം. ഫൈറ്റും ഫ്രെയിമും ഉണ്ണിയുടെ ഫസ്റ്റ് പടം എന്നൊന്നും പറയൂല, കിടിലം പടം. കാരണം ആ ഓരോ ഫൈറ്റ് പഴയ പടത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു ക്ലീശ സാധനമായിരിക്കും. ഒരു ഫൈറ്റ് പോലെ ഇരിക്കും അടുത്ത ഫൈറ്റ്. ഇത് അങ്ങനെയല്ല, ഓരോ ഫൈറ്റ് നമുക്ക് ഒരു പുതുമ തോന്നും. കാരണം നമുക്ക് കണ്ടിരിക്കാം ക്ലൈമാക്സിലെ ടൈലന്റ് രോമാഞ്ചം. ലോജിക്കില്ലായ്മയുണ്ടോ? ഒരു ലോജിക് ഇല്ലായ്മയില്ല. അടിപൊളി സാധനം. തൂക്കി വേണം. സായി അഭയകറിന്റെ മ്യൂസിക് 2 കോടിക്ക് വർത്താണോ? 4 കോടി കൊടുക്കാം. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് തോന്നുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്ത് നടക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു അതിർത്തി പ്രദേശം. അവിടെ കുറച്ച് ഫൈനാൻസ് മീൻസ് പലിശയ്ക്ക് പണം കൊടുക്കുകയും അത് ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലോ കൊടുക്കുന്ന ഒരു 3 പേര്, പിന്നെ അതേ പ്രദേശത്ത് തന്നെ ജീവിക്കുന്ന 4 സുഹൃത്തുക്കൾ. അവർ കുറച്ച് തൊഴിലും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്നത്. അപ്പം അവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം കൂടെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് സിനിമയിലുടനീളം വരുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് കുറേ അവരുടെ ഫ്രണ്ട്ഷിപ്പും കുറേ കബഡി അങ്ങനത്തെ കാര്യങ്ങളായിട്ട് നടക്കുന്നു. ഇപ്പം സെക്കൻഡ് ഇൻ്റർവെല്ലിനോട് അടുക്കുമ്പോഴാണ് ശരിക്കും ഒരു കഥയുടെ അകത്തേക്ക് കിടക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ടിപ്പിക്കൽ നമ്മളൊരു 90s വരുന്ന ഒരു തമിഴ് സിനിമ മോഡലാണ് പിന്നെ സിനിമ പോകുന്നത്. വളരെ അതിനാടകീയമായിട്ടുള്ള രംഗങ്ങളും നാടകീയമായിട്ടുള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ല. ഇത് കുറെ കൂടെ ഒരു 90s ഒരു തമിഴ് സിനിമ കാണുന്ന ഒരു പോലെയായിരുന്നു. അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒത്തിരി ലോജിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ ഇത്രയും നേരം ഇവിടുന്ന് അടിച്ചുകൊണ്ടിരുന്ന മറില്ല അപ്രത്യക്ഷരായിപ്പോ ഇവിടെ എന്താ പറ്റിയത് ഇപ്പം അങ്ങനത്തെ നമ്മൾ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അതൊരു ടിപ്പിക്കൽ ഒരു 90s നടക്കുന്ന ഒരു സിനിമ കണ്ട ഒരു ഫീലായിരുന്നു.